എന്ത് ഭാഗ്യം, ജൂലി ഇന്ന് വന്നു. കണ്ടോ, അവൾ എഴയണ കണ്ടോ, പാവം. ഞാൻ അവളെ ഗേറ്റിനകത്താക്കി, ഗേറ്റ് അടച്ചു. ഇനി ആളെ വിളിക്കട്ടെ. കണ്ടോ, പാവം. അവന് സന്തോഷമായിട്ട് ജൂലി വന്നപ്പോൾ അവനിങ്ങനെ കാത്തിരിക്കുക ജൂലി എപ്പോഴാണ് വരികയെന്ന്. കണ്ടോ, അവൾ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആളെ വിളിച്ചിട്ടൊന്നും ഇവർ എടുക്കണില്ല, ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടായിരിക്കും. എന്തായാലും ഞാൻ വിളിക്കട്ടെ. ഇപ്പം മണി 6 കഴിഞ്ഞിട്ടേ ഉള്ളേ. എന്തായാലും അവൾ അകത്ത് വന്നല്ലോ, സമാധാനം. ഇനി ഞാൻ ഗേറ്റ് തുറക്കില്ല. ജൂലിക്കുട്ടി, ചിണ്ടു, അവിടെ കിടന്നോ, കിടക്ക. മഴ അവിടെ കിടക്ക്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനും വലിയൊരു ആശ്വാസത്തിലാണ് കേട്ടോ. കുറേ ദിവസമായി നിങ്ങൾക്ക് ഞാൻ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജൂലിക്കുട്ടിയുടെ കാര്യം എത്ര ദിവസങ്ങളായിന്ന് അറിയാം, മര്യാദയ്ക്ക് ഉറങ്ങാതെയും. ഇന്നലെയാണ് ഉറങ്ങിയത് ഒന്ന് മര്യാദയ്ക്ക്. അതും അവളെപ്പറ്റി ചിന്തകളില്ലാഞ്ഞിട്ടല്ല, എങ്കിലും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജൂലിക്കുട്ടിയെ സുരക്ഷിതമായി ഒരു സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. എവിടെയോ പോയി ഒളിച്ചിരിക്കണം അവളെ എത്ര കഷ്ടപ്പെട്ടാണെന്നറിയോ അവളെ കണ്ടുപിടിച്ച്. ആരുടെയും സഹായം ഇല്ലാണ്ട് ഞങ്ങളുടെ ഈ ഭാഗത്ത് 2 പേരെന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ വേറെ ആരും ഇല്ല കേട്ടോ. അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് അവളെ വീടിനടുത്ത് ഒരു വലിയ മനയുണ്ട്, അവിടെ അവൾ വന്നു. അവിടെ കയറി കിടന്നു. കുറേ പറമ്പുണ്ട് അവർക്ക്, കാടൊക്കെ പിടിച്ച്. അവിടെ ഞങ്ങൾ മിനിഞ്ഞാന്ന് ബുധനാഴ്ച ഞങ്ങൾ അവിടെ ചെന്ന് അവളെ എങ്ങനെയെങ്കിലും ഒന്ന് റെസ്ക്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് സഹായത്തിനുള്ള 2 പേരും ഞാനും കൂടി ചെന്ന് ബിസ്ക്കറ്റും വെള്ളമൊക്കെ കൊടുത്തു. പക്ഷേ അവളൊന്നും ഞങ്ങളുടെ അടുത്തേക്ക് വരുമോ, ഒരു സ്നേഹം കാണിക്കുകയോ ഒന്നും ചെയ്തില്ല കേട്ടോ. അവൾ വല്ലാത്ത വിഷമത്തിലായിരുന്നു, വേദന കൊണ്ടായിരിക്കും. റെസ്ക്യൂവിന് വേണ്ടി കുറേ ആൾക്കാരെയൊക്കെ നേരത്തെ മുതലേ ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വാട്സപ്പ് ഇല്ലാത്ത നമ്പറൊക്കെ തരും, എന്നിട്ട് അതിലേക്കൊരു ഫോട്ടോ അയക്കുമെന്ന് പറയും. അത് അവർക്ക് ഒഴിഞ്ഞു മാറലാണ്, പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളങ്ങനെ കുറേ ബുദ്ധിമുട്ടി. ഞാൻ തന്നെ കൂടുതലും ഇതിനു വേണ്ടി തന്നെ ഇരുന്ന് ഊണും ഉറക്കവും ഇല്ലാതെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട് കേട്ടോ. കുറേ പേര് പറഞ്ഞിരുന്നു ജൂലിക്കുട്ടിക്ക് എത്ര വേഗം ശരിയാവട്ടെ, അവളെ രക്ഷിക്കാൻ ആൾ വരട്ടെ എന്നൊക്കെ. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ജൂലിക്കുട്ടിക്ക് ഇപ്പോൾ ഒരു നല്ലൊരു കാര്യം ഉണ്ടായത് കേട്ടോ. എന്താ പറയുക, അവൾക്ക് വേദനകളൊക്കെ ഉണ്ടെങ്കിലും അതിനൊരു പരിഹാരമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയത്. അതിന് പ്രധാനമായിട്ടും എനിക്ക് നന്ദി പറയാനുള്ളത് സജിത്ര മാഡം കേട്ടോ. നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മറുനാടൻ മലയാളിയുടെ ചാനലിലൊക്കെ നേരത്തെയൊക്കെ അവരുടെ വീഡിയോ ഉണ്ടായിട്ടുണ്ട്. ആ മാഡമാണ് എനിക്ക് ഇത്രയും സഹായം ചെയ്തത്. ഞാൻ ആ നമ്പർ കണ്ടുപിടിച്ച് കിട്ടിയതിന് ശേഷം കോണ്ടാക്റ്റ് ചെയ്തു. ചിലർ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ഒരു ദേഷ്യത്തോടെ നമ്മളോട് സംസാരിക്കാം കേട്ടോ. അയ്യോ ഞങ്ങൾക്കിപ്പോൾ സ്ഥലമില്ല, ഞങ്ങൾ എന്ത് ചെയ്യാനാ, ഞങ്ങളെ ആരും ഹെൽപ്പ് ചെയ്യണില്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷേ സജിത്ര മാഡം ഞാൻ ഫോൺ വിളിച്ച് എടുത്തപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ഡോഗുണ്ട്, അവൾ ഇവിടെ ഒരു തെരുവിലെ ഡോഗാണ്, പക്ഷേ ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ വളർത്തുന്നതാണ്, അവളെ സ്റ്റെറിലൈസൊക്കെ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം തന്നെ എത്രയും പെട്ടെന്ന് അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണുള്ളത്, ഇവിടെയുള്ള ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എത്രയും വേഗം ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയത്താണ് മനയിൽ ഇവൾ കയറിയത്, ഞങ്ങളുടെ അടുത്തുള്ള മനയിൽ കയറിയത്. അപ്പോൾ കുറേ പക്ഷേ ഈ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർ പല പല സ്ഥലങ്ങളിലായിരിക്കുമല്ലോ, അപ്പോൾ അവർക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റണ്ടേ. അങ്ങനെ ഒരു ദിവസം മുഴുവനും ഊണും ഉറക്കവും ഇല്ലാതെ കാത്തിരുന്നു. അതിനുശേഷം രാത്രിയൊക്കെ ആയപ്പോൾ വിളിച്ചിട്ട് കാര്യമില്ല, കാരണം അവർ ഗേറ്റ് പൂട്ടുമല്ലോ. എൻ്റെ വീടല്ലല്ലോ, എൻ്റെ വീടാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഗേറ്റ് പൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ വേറൊരാളുടെ വീട്ടിൽ ചെന്നിട്ട് കയറി ചെന്ന് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും ഗേറ്റ് തുറക്കുമ്പോൾ പുറത്തേക്ക് വരുമല്ലോ, അപ്പോൾ പകൽ ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ പോയി. അങ്ങനെയാണ് 7-ാം തീയതി അവൾ എന്തോ ഒരു ഭാഗ്യം, രാവിലെ 5:45 അവൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നു. അതിൻ്റെ വിഷ്വലൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. വന്നു, പക്ഷെ അവൾ വീടിനകത്തേക്ക് അങ്ങനെ കയറാറില്ല. അവളെ കാല് തീരെ വയ്യാത്തതുകൊണ്ട് നടക്കാനും പറ്റില്ല കേട്ടോ, ഇഴഞ്ഞിഴഞ്ഞാണ് വരണത്. പിന്നെ ഞാൻ മീൻ കാണിച്ച് അവളെ ആകർഷിച്ച് അവളെ അകത്തേക്ക് കയറ്റി വാതിലടച്ചു. സമാധാനം, ഇവളിവിടെ അകത്ത് കയറിയല്ലോ. എന്നാലും എനിക്ക് അടുക്കളയിൽ പണികളുണ്ടല്ലോ, രാവിലെ എൻ്റെ ഹസ്ബൻഡ് പുറത്ത് ജോലിക്കൊക്കെ പോകേണ്ടതാണ്, എനിക്ക് മരുന്നുകൾ കഴിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളകത്ത് കയറിയല്ലോ സമാധാനം. നല്ല മഴയും പെയ്യുന്നുണ്ട് കാലത്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവളകത്ത് കയറിയുള്ള സമാധാനത്തിൽ ഞാനങ്ങനെ ഇരിക്കുമ്പോൾ അടുക്കളയിൽ എൻ്റെ ഹസ്ബൻഡ് ചായ എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഞങ്ങളുടെ ബാക്കിലെ ഗേറ്റ് പൊട്ടിയിരിക്കുകയായിരുന്നു. അവളത് തള്ളി പുറത്തേക്ക് പോയി. എന്താ പറയുക, നല്ല മനഃശക്തിയുള്ളൊരു ഡോഗാണ് കേട്ടോ. ഇത്രയും വയ്യാണ്ട് വന്നിട്ടും അവൾക്ക് അതിനൊരു കൂസലും ഇല്ല. അവൾ ഫുഡ് നന്നായിട്ട് കഴിച്ചു. അങ്ങനെ പോയി അവൾ അവിടെ ചെന്ന് ഉടനെ പുഴയുടെ ഉള്ളിലേക്ക് ഇറങ്ങി. പുഴയുടെ സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഞാൻ മീനെല്ലാം കാണിച്ച് അവളെ വിളിച്ചിട്ടും അവൾ വരണില്ല കേട്ടോ. ഞാൻ ആ സ്ഥലം കാണിച്ചു തരാം. ഇതുവഴിയാണ് കേട്ടോ അവൾ ഇറങ്ങിയത്. ഇതുവഴി ഇറങ്ങി അവൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട്
അറ്റം വരെയും പോവുകയാണ് കേട്ടോ. അറ്റത്ത് നല്ല കാടാണ്, നമുക്ക് അങ്ങോട്ടൊന്നും പോകാനും പറ്റില്ല. പിന്നെയും മീനെല്ലാം കാണിച്ച് അവളെ ഞാൻ ഇവിടെ വരെ കയറ്റിയിട്ട് അവൾ വീണ്ടും ഇറങ്ങി പോവുകയാണ്. കണ്ടോ, ഇതുവഴി ഇങ്ങനെ അവൾ പോയി അങ്ങനെ അങ്ങോട്ട് പോകട്ടെ. അവിടെ വലിയ കാടാണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവളെ നോക്കണതിന് ഇടയ്ക്ക് മുട്ട് കുത്തി ഞാൻ വീണു. മഴ പെയ്യണ്ടായിരുന്നല്ലോ, ഒരു ഇലയിൽ ചവിട്ടി വഴിക്ക് വീണ്. ഇപ്പം എൻ്റെ മുട്ടും വയ്യാണ്ടായി. സ്വതവേ മുട്ടിന് തേലുള്ള ആളാണ് ഞാൻ. ആ മുട്ട് തന്നെ അടിച്ച് വീണു. ഇപ്പം നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ. മരുന്നെല്ലാം കഴിച്ചതിന് ശേഷം ഒരിത്തിരി കുറവുണ്ട് ഇപ്പോൾ. ഈ ഞൊണ്ടങ്കാലം കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. കുറേ പേര് ജോലിയുടെ കാര്യങ്ങൾ അറിയാൻ ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യണത് കേട്ടോ. അങ്ങനെ അവളെ രക്ഷിച്ചില്ല. അവളങ്ങനെ പുഴയിൽ കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക. രാവിലെ വേലി ഇറക്കമാണ്, അതുകൊണ്ട് അവൾക്ക് കുഴപ്പമില്ല, സൈഡിൽ എവിടെയെങ്കിലും ഇരിക്കാം. എൻ്റെ മനസ്സിൽ ആദ്യം കയറി പകലും ഒരു പണിയും നടക്കാതെ ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം വൈകുന്നേരമായപ്പോൾ വൈകുന്നേരം വേലിയേറ്റമായപ്പോൾ അവൾ വെള്ളത്തിൽ മുങ്ങി. സങ്കടം കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യാതെ ഇരുന്ന് കരഞ്ഞു. അവൾ വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുക. എന്നാലും ഞാൻ ഇതിൽ കൂടെ കയറി വാ ഈ വഴി കൂടെ വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേ അവൾ വരണില്ല. എൻ്റെ ഹസ്ബൻഡും എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. സാധാരണ അങ്ങനെ ചെയ്യാത്ത ആളാണ്. എൻ്റെ വിഷമം കണ്ടിട്ടായിരിക്കും കൂടെ വന്നു. അവസാനം കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൾ ഏതോ ഒരു സ്ഥലത്ത് കൂടെ കയറി അപ്പുറത്തെ പറമ്പിൽ കാട് പിടിച്ച്, ഞങ്ങളുടെ അവിടെയല്ല, അപ്പുറത്തെ പറമ്പിൽ കൂടെ കയറി വീടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നു. അത്രയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഫ്രണ്ടിൽ വന്നു അവൾ. അങ്ങനെ വന്നിട്ട് അവളെ വേഗം വീണ്ടും മീൻ കാണിച്ച്, ചിക്കൻ ഉണ്ടായിരുന്നില്ല ഇവിടെ, മീൻ കാണിച്ച് അവളെ അകത്തേക്ക് കയറ്റി അടച്ചു. പിന്നെ വീണ്ടും സജിത്ര മാഡത്തിനെ വിളിച്ചു, കുറേ റെസ്ക്യൂർമാരെയൊക്കെ വിളിച്ചു. സജിത്ര മാഡം ആണ് ഇതിന് വേണ്ടി ഏറ്റവും ഹെൽപ്പ് ചെയ്തത്. എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല. നന്ദിയല്ല, എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ. ഇത്രയും ജീവജാലങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് അവർ വിളിച്ച് പറഞ്ഞ് അവസാനം അതിലും നല്ല ഒരു മനസ്സുള്ള ഒരാൾ വന്നു. ശരിക്കും ഡോഗ്സിനെ പിടിക്കുന്ന ആളല്ല, ഡോഗ്സിനെ വളർത്തുന്ന ആളാണ്. ഇതുപോലെ തെരുവിൽ അലയുന്ന മൃഗങ്ങളെ, പട്ടി, പൂച്ച, പരുന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരെയെല്ലാം വീട്ടിലേക്ക് എടുത്ത് വളർത്തുന്ന ഒരാളാണ്. പക്ഷേ ഒരു ധൈര്യത്തോടു കൂടി വന്നു. എല്ലാ മൃഗങ്ങളെ സ്നേഹത്തോടെ പെരുമാറുന്നതുകൊണ്ട് എടുക്കാനായിട്ട് സാധിക്കും, ഇവരെങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. പിന്നെ ഒരു മാഡം കൂടെ വന്നു കേട്ടോ, ഇതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കണം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവരും വന്നു. വളരെ സന്തോഷം കേട്ടോ. അവർക്കൊക്കെ എന്നും നന്മകൾ ഉണ്ടാവട്ടെ. പക്ഷേ ഇതുപോലെ മൃഗങ്ങളെ സ്നേഹിച്ച ഒരാളെ ഇപ്പോൾ ഒരാൾ കൊന്നു കളഞ്ഞു. അപ്പോൾ ഭൂമിയിൽ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. മനുഷ്യരെക്കാൾ ക്രൂരമായിക്കൊണ്ടിരിക്കുകയാണ് മൃഗങ്ങളെക്കാൾ ക്രൂരന്മാരായിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യർ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നും. പിന്നെ ആ മൃഗങ്ങളൊക്കെ അനാഥരായി പോകുമല്ലോ, അതും വലിയ സങ്കടമാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടി അത് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ആൾ വന്നു. അപ്പോഴും മഴ തുടങ്ങി. ആൾ വന്നു. അവളിതാ ഇവിടെയാണ് കിടന്നത് കേട്ടോ. ഇവിടെ വന്ന് ശാന്തമായി കിടന്നു. ഒരു കുഴപ്പമില്ല. ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തു, നന്നായിട്ട് ചോറും മീനും ഒക്കെ കൊടുത്തു. അവൾ കഴിച്ചു. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അതിന് കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അവളെ എടുത്ത് പിന്നെ വണ്ടി വിളിക്കുമ്പോൾ കിട്ടില്ല, ആംബുലൻസ് ഇല്ല സമയത്ത് എവിടെ പോയേക്കാണ്. അപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ ആണെങ്കിൽ ചിലരും കയറ്റില്ല, കാരണം മൃഗമല്ലേ, മൃഗത്തിന് എങ്ങനെ ഓട്ടോറിക്ഷ കയറ്റും? മൃഗങ്ങളെക്കാളും ക്രൂരമായ മനുഷ്യരെ കയറ്റുന്നതിന് ഒരു കുഴപ്പമില്ല, കയറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എവിടുന്നോ പരിചയമുള്ള സജിത്ര മാഡം തന്നെ പരിചയമുള്ള ആരെയാണ് മരടിയിൽ നിന്ന് എങ്ങാണ്ടും പറഞ്ഞു അയച്ചു. അങ്ങനെ അവിടെ ഇരുന്നാണ് പാവം, തിരുവനന്തപുരത്ത് ഇരുന്നിട്ടാട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണേ. എന്നിട്ട് വന്ന് അവളെ തുണിയിലൊക്കെ പൊതിഞ്ഞ് ഒരു കുട്ടിയെ കൊണ്ടുപോകണ പോലെ അവളെ കൊണ്ടുപോയി. അവളെ കൊണ്ടുപോകണ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ, കാരണം ഞാനപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ സങ്കടമായിപ്പോയി. എന്നെ നോക്കി അവൾ, എന്നിട്ട് പോയി. അവർ വൈറ്റ്ലയിലുള്ള ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് കേട്ടോ. പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. എനിക്ക് വിഷ്വൽസൊക്കെ അയച്ചു തന്നു അവിടെ ചെന്നിട്ടുള്ളത്. അങ്ങനെ അവൾ അവിടെ സുഖമായിട്ട് വേഗം വരട്ടെ. അവൾക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇനി ഉണ്ടാവണം. അവളുടെ കാലൊക്കെ ശരിയായാൽ മതിയായിരുന്നു. ശരിയാവട്ടെ. അവരുടെ തന്നെ റെസ്ക്യൂ ഹോമിലേക്ക് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. കാരണം ഇനി എനിക്ക് ഒരിക്കലും അവളെ നോക്കാൻ പറ്റില്ല. കാരണം ഈ പ്രദേശത്തെ ആൾക്കാർക്കൊന്നും അവളെ അങ്ങനെ ഇഷ്ടമില്ലാണ്ടായി. അവൾക്ക് വയ്യാണ്ടായപ്പോൾ അവളെ ആർക്കും ഇഷ്ടമില്ലാണ്ടായി. അതിന് മുമ്പ് അവളെ വലിയ ഇഷ്ടമായിരുന്നു, കുറച്ച് പേർക്ക് അപ്പോഴും ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങൾ പറഞ്ഞു, അയ്യോ അവൾക്ക് അപകടം പറ്റിയപ്പോൾ നന്നായി പോയി എന്ന്. എനിക്ക് ദേഷ്യം വന്നു ആ മനുഷ്യനോട്. കാരണം അങ്ങേർക്ക് എന്ത് ദ്രോഹം അവൾ ചെയ്തത്? എത്രയും പാവമായിരുന്നു അവൾ. നന്നായി, അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു. ഈ മനുഷ്യന്മാരുടെ മനസ്സ് എത്ര ക്രൂരാന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്കൊന്നും ഒരിക്കലും നന്നാവാൻ പോണില്ല. ഈ ഇപ്പോൾ കാണുന്ന നന്മയൊക്കെ പിന്നീട് അവർക്ക് നഷ്ടപ്പെടും. അവർക്ക് ഇതുപോലെയൊക്കെ സംഭവിക്കും. അങ്ങനെ അവർ ചിന്തിക്കണം. അങ്ങനെ ഇപ്പോൾ സജിത്ര മാഡത്തിൻ്റെയും വേറെ കുറേ യൂട്യൂബിലെ ആൾക്കാരുടെ, എൻ്റെ ഫ്രണ്ട്സ്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരുടെ എല്ലാം പ്രാർത്ഥനയും എല്ലാം കൊണ്ട് അവളെ പിന്നെ റെസ്ക്യൂ ചെയ്യാമെന്ന ആളും എല്ലാവരും അവരുടെ എല്ലാവരുടെയും സഹായം കൊണ്ട് അവളിപ്പോൾ ഹോസ്പിറ്റലിലെത്തി, ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. പാവം. എന്നാലും ഞാൻ ആലോചിക്കും, അവൾക്ക് ഡോഗ് ഫുഡൊന്നും അത്ര ഇഷ്ടമില്ല. പാവം, അവൾക്ക് നല്ല ഫുഡൊക്കെ കിട്ടുമായിരിക്കും, എങ്കിലും ചോറൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ, ഡോഗ് ഫുഡൊക്കെ കൊടുക്കുള്ളൂ. പിന്നെ വിശക്കുമ്പോൾ അവൾ കഴിക്കുമായിരിക്കും. അത് ഞാൻ ചിന്തിക്കും കേട്ടോ. അങ്ങനെ അവൾ മിടുക്കിയായിട്ട് തിരിച്ചു വരട്ടെ എന്ന് വിചാരിക്കണം.
അവൾ വന്നതും ചിണ്ടൻ്റെ ഭയങ്കര ചിണ്ടനും കൂടി എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അവളെ നോക്കാനായിട്ട് ചിണ്ടനെല്ലാം എൻ്റെ കൂടെ വന്നിരുന്നു. ആ ചിണ്ടൻ്റെ സ്നേഹവും അതൊക്കെ നിങ്ങളെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. കുറച്ച് വലിയ വീഡിയോ ആണ്, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയും. ഇതുപോലെ നിങ്ങളെല്ലാവരും ജീവജാലങ്ങളെ സ്നേഹിക്കുക, സ്നേഹിച്ചില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുക ദയവ് ചെയ്ത് കേട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ ഞാൻ ആ വിഷ്വൽസും കൂടെ കാണിക്കും. അപ്പോൾ എല്ലാവരും അതും കൂടി കണ്ടിട്ട് അവൾക്ക് വേണ്ടി ഒന്നും കൂടി പ്രാർത്ഥിക്കാം കേട്ടോ എല്ലാവരും.